3 start. Hello guys. Bro, நீங்க ஐஸ் போறாங்க. നമ്മുടെ വാട്ടർ. നമ്പർ കാദലു ഏറുது നാങ്കാലി. Hello guys, welcome back to Vlog. Why bro? Guys, നമ്മൾ എവിടെയാ ഉള്ളത്? എവിടെയുള്ളത്? അവങ്ങളെ കേട്ടാ எப்படி தெரியும் പൈത്യം? we are in സ്ലിഗോ. ഞങ്ങള് സ്ലിഗോ എന്ന് പറഞ്ഞ ഒരു കൗണ്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. സോ വി ആർ ഇൻ ഷോ. സോ നമ്മളിപ്പോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നത്. ഇതൊരു ഭയങ്കര അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു. നമ്മള് അപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഐ ആം ഗോണ ഷോ യു ഗൈസ്. இது நல்லா இருக்கா? Hi bro. நீங்க ஐஸ் போறாங்க அங்க திருப்பினா. இன்னைக்கு நம்ம எங்க போறோம்னா so today we are going to Sligo, right? Sligo. Sligo. Okay. Hey back kada. I will keep here. So today we took a car, Nissan car. Yeah. ஆமா. ஒண்ணுல ரெண்டல் பாத்தீங்கன்னா நமக்கு just 1000 euros தான். Go guys. ஏய் சொல்லு. சரி ஏய் சொல்லுடா. உனக்கு கரெக்ட்டா இருக்கு. ஏய் இந்த இடத்துக்கு லொகேஷன் பார்க்கணும். அடி இந்த லொகேஷன் നമ്മൾ ആക്ച്വലി ഇതൊരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ എവിടെ പോകണം എന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് നമ്മളൊരു പോയ സ്ഥലമായിരുന്നു സ്ലൈഗോ. നല്ല രസമുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഗോ കാർ എടുത്തിട്ടാണ് നമ്മളെല്ലാവരും പോയത്. സോ ബേസിക്കലി സ്ലൈഗോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. യൂഷ്വലി അയർലൻഡ് തന്നെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ല ഒരു സീനറി ഉള്ളൊരു പ്ലേസ് ഞാൻ ആക്ച്വലി നമ്മുടെ വ്ളോഗ് സംഖ്യയുടെ ഒരു റീൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലത്തേട്ട് ഇങ്ങനെ പോകാനുള്ള ഇത് രസം. നമുക്കിപ്പോൾ എല്ലാവരും ഭയങ്കര ഇങ്ങനെ ലൈക്ക് എക്സൈറ്റഡ് ആയിരുന്നു. എന്താവും എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല നമുക്ക്. എന്താണേലും വെറുതെ ഒരു ഡേ ഔട്ട് പോലെ ആയിരുന്നു. ലൈക്ക് ബേസിക്കലി ഫ്രണ്ട്സായിട്ട് പോകുന്ന തന്നെ ഒരു വൈബാണല്ലോ. സോ അങ്ങനെയായിരുന്നു ആ ട്രിപ്പ്. സോ അടിപൊളിയായിരുന്നു. ഗൈസ് ഞങ്ങൾ സർക്കിൾ കെയിൽ വന്നേക്കുവാണ്. ഞങ്ങളിത് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നേക്കുന്നു. വിശന്നിട്ട് വയ്യ. പക്ഷെ നമ്മള് ലിഡിലിൽ പോയി വാങ്ങാൻ പോവാ അല്ലേ? Because it's expensive over here, so we're going to go to Lidl. cheap over here, that's why we are going to Lidl. In Ireland Lidl தான் வந்து எங்களுக்கு ஏத்த மாதிரி எங்க ஸ்டாண்டர்ட்ல இருக்கும். Lidl எங்க ஸ்டாண்டர்ட் எப்படின்னு பாத்தீங்கன்னா வாட்டரே வந்து ஒரு 2000 3000 கொடுத்து வாங்குற மாதிரி இருக்கும். அதான் எங்க ஸ்டாண்டர்ட். இதெல்லாம் வந்து ஐயோ ஒரு மாதிரி பாக்குறானே பின்னாடி. ஓகே நான் நீ பேசுடா. அதுக்கு என்ன பிரச்சனை? பின்னாடி ஒரு மாதிரி பாக்குறானே சையோ. நீ ஒரு பெரிய ஆளு தோன்றிச்சு அவருக்கு. அதான். அப்புறம் நான் என்ன சொல்றது? எப்படி போகும் ட்ரிப்? ட்ரிப் ஆக்சுவலி ரொம்ப நல்லா போகும். ஆனா இப்போ வந்து 12:54 ஆயிடுச்சு. இப்போ இரண்டு ஆரம்பிச்சிருச்சு. ஆனா இன்னுமே ஃபிளிப் பண்ண அது பேர் என்ன சொல்லுவாங்க? பேக் கேமரா. ஆமா ஆன் தான். இந்த மேடம் இருக்காங்களா, நாங்க வந்து ட்ரிப் வந்து காலைல 6 மணிக்கு பிளான் பண்ணோம். எல்லாரும் ஏஞ்சிட்டோம். இவ மட்டும் 8 9 மணி வரை தூங்க. என்னன்னு கேளுங்க. அவ்வளவுதான் முடிஞ்சிச்சு. இன்னைக்கு கண்டென்ட் முடிஞ்சிச்சு. நான் இப்போ சொல்றேன். സോറി ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. ഞാൻ ഇന്നലെ രാത്രി ലേറ്റായിട്ട് കിടന്നിട്ട് പോലും ഞാനാണ് 6 മണിക്ക് ഇവരെയൊക്കെ വിളിച്ച് എണീപ്പിച്ചത്. ഈ മടിയൻ തണ്ടി ഒന്നും ചെയ്തില്ല അറിയോ. ഈ വീഡിയോന് ആക്ച്വലി അത്ര കണ്ടന്റ് എന്ന് പറയാനൊന്നുമില്ല. കാര്യം ഒരു 90% ഓഫ് ദ ട്രിപ്പും നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് സീനറീസും കുറച്ച് ഇതൊക്കെ നമുക്ക് കിട്ടിയില്ലായിരുന്നു. അതും മഴയും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയേക്കായിരുന്നു. പക്ഷെ ഓവറോൾ നല്ലൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. ഈ പ്ലേസ് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഷീപ്പിനെ കാണണം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ കുറേ പോകുന്ന വഴി കുറേ കണ്ടെങ്കിൽ പോലും നമുക്ക് നിർത്താനുള്ളൊരു സ്റ്റോപ്പ് കിട്ടിയില്ല. സോ കറക്റ്റ് നമുക്കൊരു സ്റ്റോപ്പ് കിട്ടിയൊക്കെ നമ്മൾ നിർത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ അവിടുത്തെ മൊയിലാളിയും വന്നായിരുന്നു. പക്ഷെ വൈബായിരുന്നു. ഇതാണ് ഞങ്ങളുടെ സോ ഇതാണ് ഞങ്ങളുടെ ഗ്ലെനിഫ് ഹോർസ് ഷോ. നല്ല രസമുണ്ടായിരുന്നു.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു വാഗമൺ പോയ പോലത്തെ ഫീലായിരുന്നു. ലൈക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ മല, നടുക്ക് ഇങ്ങനെ ഒരു വഴി. നല്ല രസമുണ്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ സ്ലൈഗോ പോവുകയാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വിസിറ്റ് ദിസ് പ്ലേസ്. ഗൈസ്, ഞങ്ങളിപ്പോൾ അടുത്ത ലൊക്കേഷനിലെത്തി, വിച്ച് ഇസ് ഗ്ലെൻ കെയർ വാട്ടർഫോൾ. സോ നല്ല രസമുള്ള സ്ഥലം, പക്ഷെ ഭയങ്കര തണുപ്പാണ്. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നാൽ നമ്മളിങ്ങനെ പറിച്ച് ചാവും ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കാറ് വർക്ക് ചെയ്തു. സോ ആക്ച്വലി ഞങ്ങൾ ഗോകാറാണ് എടുത്തത്. സോ ഇഫ് യു ഹാവ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് യു ക്യാൻ അപ്ലൈ ഫോർ ഗോകാർ. സോ ഗോകാർ അക്കൗണ്ട് കിട്ടാൻ കുറച്ച് ഡേയ്സ് പിടിക്കുമെങ്കിലും ഗോകാർ എടുക്കാം. അഫോർഡബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ നമ്മൾ പോവാം. ചക്ക് சொல்லு, எங்கே போகிறேன்? இப்போ நம்ம வந்து வாட்டர் ஃபால்ஸ் போவோம். குளிருதா குளிர்லையா? ரொம்ப குளிருது. നമ്മുടെ ലക്ക് தான் ലേറ്റ് ആകല എനിക്ക്. ഗൈസ്, உனக்கு தான் ஹைக்கிங் வேணும் இருந்தல்ல, கரெக்ட் ஹைக்கிங் ആയിடுச்சு. സൂപ്പർ. ഭാഗ്യം കിട്ടിയില്ല, അല്ലെങ്കിൽ വെറുതെ എന്നെ ഇവിടെ വന്നത്. നമ്മളിപ്പോൾ ആക്ച്വലി പോകുന്നത് ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഈ വാട്ടർഫോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വാട്ടർഫോളൊക്കെ വെച്ച് കമ്പയർ ചെയ്യരുത്. ഇത് അയർലൻഡിൽ വന്നിട്ടുള്ള ഒരു വാട്ടർഫോളാന്ന് വിചാരിക്കണം, അത്രേ ഉള്ളൂ. സോ ഇത് കുറച്ച് നടക്കാൻ അത്രയൊന്നുമില്ല, ഒരു 2-3 minutes വാക്ക്. നമുക്ക് എല്ലാം ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്നൊരു പ്ലേസാണ്. നല്ല രസമുണ്ടായി, ഇതാണേലും നല്ല രസമുണ്ടായി. പക്ഷെ മെയിൻ നമ്മൾ ചെയ്തൊരു പ്രോബ്ലം അല്ല, നമ്മൾ പോയ ടൈം സത്യം പറഞ്ഞാൽ ശരിയല്ലാത്തൊരു സമയമായിരുന്നു. ബിക്കോസ് വിൻ്റർ ടൈമിൽ നമുക്ക് ഡേ ലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേസസ് അത്രയും കവർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓവറോൾ ട്രിപ്പ് നല്ലായിരുന്നു. സോ ഇതാണ് നമ്മുടെ വാട്ടർഫോൾസ്. നമ്മുടെ ചിയപ്പാറ വാട്ടർഫോൾസ് വെച്ചൊന്നും ആരും കമ്പയർ ചെയ്യരുത്. ഇത് ചെറിയൊരു വാട്ടർഫോൾസാണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുപ്പത്ത് ഒരു ഇങ്ങനെ ഒരു ഇടയിൽ ഒരു കുഞ്ഞൊരു ഇങ്ങനെ വാട്ടർഫോൾ പോലെ. സോ ഇതെനിക്ക് കണ്ടപ്പോഴത്തേക്കും മൂന്നാർ മറ്റേ നമ്മുടെ ഒരു ഡാം ഏരിയ ഉണ്ടല്ലോ, അതാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. എന്തോ കേരളമായിട്ടായിരുന്നു ഫുൾ ഞാൻ റിലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അങ്ങനെയായിരുന്നു. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ സ്ലൈഗോ ട്രിപ്പ്. 2 സ്ഥലം മാത്രം കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. எல்லாருமே நாட் அப்ளிகபிள். என்ன பண்ணுவேன் அப்படி வந்துச்சுன்னா சரி, ஓகே. பிரணவ் பர்கர் கிங் சொன்னாங்க அக்கல. சக்கு என்ன சொன்னானா? எப்படி இருந்தது ஸ்லிக்கி? அக்கா நல்லன்னு சொல்லிட்டு மெசேஜ் போட்டான், உள்ள வா அப்படி மெசேஜ் போட்டான். ஏய் பிரணவ் எப்படி இருந்தது ஸ்லிக்கோ? சூப்பரா இருந்துச்சு, நல்ல ஸ்பாட், கிளைமேட் சூப்பரா இருந்துச்சு. நாங்க இனி போவோமா இல்லையா? திரும்பி நம்ம சம்மர்ல நாங்க போவோம். ஆமா. இப்போ என்ன பண்ணிருக்க? அப்பளம் சாப்பிட்டு இருக்கேன். அவ்வளவுதான், உள்ள போறோம், கோவில் தான போறோம். സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് സ്ലൈഗോ ട്രിപ്പ്. ബട്ട് ഡോണ്ട് വറി, ഞങ്ങൾ പിന്നെയും സമ്മറിൽ ട്രിപ്പ് അടിക്കുന്നതായിരിക്കും. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, സ്പൈസ് ഇന്ത്യ എന്നായിരുന്നു അതിൻ്റെ പേര്. നല്ല ഫുഡായിരുന്നു അവിടുത്തെ, നല്ല ഇന്ത്യൻ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ ഓവറോൾ ട്രിപ്പ്. സോ എന്താണേലും ഞങ്ങൾ പിന്നെയും പോകുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഹോപ്പ് യു ഗൈസ് ഹാവ് എൻജോയ്ഡ് ദിസ് വീഡിയോ. If you guys have enjoyed this video, please do like, share and subscribe. Ta-ta!